എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായിട്ടും +2 ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും പ്രിൻസിപ്പൽ വാല്യൂ, സിംപ്ലസ്റ്റ് ഫോം, ഈ 2 ടോപ്പിക്കാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. സിംപ്ലസ്റ്റ് ഫോം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പബ്ലിക് എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അതൊക്കെ പഠിക്കാൻ അവർ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി വരുന്ന പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്ന സിംപ്ലസ്റ്റ് ഫോമുകൾ അവർ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അത് മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്ക്, എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് 3x - x³ 1 - 3x² ഇൻ സിംപ്ലസ്റ്റ് ഫോം. അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട് സിംപ്ലസ്റ്റ് ഫോമിലാക്കാനുള്ള. ശ്രദ്ധിച്ചിരിക്കണം, ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ 1-2 സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ +1 ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താണ്? tan 3θ. tan 3θ എന്താണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം ഇത് കാണുമ്പോൾ ആ ഒരു മുഖച്ചായ നിങ്ങൾക്ക് തോന്നും. 3x - x³ 1 - 3x². എക്സിന് പകരം tan θ കൊടുത്ത് വായിച്ചാൽ 3 tan θ - tan³ θ 1 - 3 tan²θ. അപ്പൊ tan 3θ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. 3 tan θ - tan³ θ 1 - 3 tan²θ. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്ന അല്ലേ, +1 നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഭവം ഇവിടെ എക്സിന്റെ പ്ലേസിലോട്ട് tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തോ ചെയ്യേണ്ടേ? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു tan θ. ഉടനെ തീറ്റ എഴുതി വെച്ചോണം. ടാൻ അപ്പുറം പോയാൽ എന്താവും? tan ഇൻവേഴ്സ് എക്സ് ആവും. ശരിയാണല്ലോ. ടാൻ അപ്പുറം പോയാൽ tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് എക്സ്. ഓക്കെ ആണേ. സോ അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറുമെന്ന് നോക്കിക്കേ. Therefore tan ഇൻവേഴ്സ് 3 എക്സിന് പകരം വേണ്ടേ, എക്സിന് പകരം tan θ കൊടുക്കുക. 3 tan θ മൈനസ് tan³ θ ഡിവൈഡഡ് ബൈ 1 - 3 tan²θ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ്. ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 3 tan θ മൈനസ് tan³ θ ബൈ 1 - 3 tan²θ എന്ന് പറഞ്ഞാൽ tan 3θ ആണ് അല്ലേ. അപ്പൊ tan ഇൻവേഴ്സ് tan 3θ. tan ഇൻവേഴ്സും ടാനും ക്യാൻസലായി. ആൻസർ എന്ത് വരും? 3θ. ഈ പ്രോപ്പർട്ടി സിലബസ് എടുത്ത് പറയുന്നുണ്ട്. tan ഇൻവേഴ്സ് ഓഫ് tan x എന്ന് പറയുന്നത് x ആണ്. ഈ എക്സ് ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ ഉൾപ്പെടണം എന്നും ആ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ 3θ ആണ് ആൻസർ വരുന്നത്. തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 tan ഇൻവേഴ്സ് എക്സ്. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ അതുപോലെ തന്നെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ നോക്കണം, കാരണം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് കോട്ട് ഇൻവേഴ്സ് 1/√x² - 1 mod x greater than 1 ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്നാണ് ചോദ്യം. എങ്ങനെ ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും? ശ്രദ്ധിക്കണം. അപ്പോൾ ഈ √x² - 1 എക്സിന് എന്ത് കൊടുത്താലാണ് അതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, എപ്പോഴും ആലോചിക്കേണ്ട സാധനമുണ്ട്. നമുക്കറിയാവുന്ന ട്രിഗണോമെട്രിയിലെ പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് sec² മൈനസ് tan² എന്ന് പറയുന്നത് 1 ആണ്. ശരിയാണല്ലോ. sec² മൈനസ് tan² 1 ആണ്. cosec² മൈനസ് cot² 1 ആണ്. sin² പ്ലസ് cos² 1 ആണ്. ഇതൊക്കെ അറിയാവുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഭവം കിട്ടും. ഈ 1 ഇപ്പുറം എടുക്കാം. sec² മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് tan² അപ്പുറം എടുത്ത tan² എന്ന് വരും. ശരിയല്ലേ. sec² മൈനസ് 1 ആണ് tan². ഈ സ്ക്വയർ ഇപ്പുറം എടുത്ത റൂട്ട് ആവും. അതായത് √ ഓഫ് sec² മൈനസ് 1 ആണ് tan θ അല്ലെ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. √ ഓഫ് sec² മൈനസ് 1 ആണ് tan θ. അതായത് എക്സിന് പകരം sec θ കൊടുത്താൽ √ sec² മൈനസ് 1 tan θ ആവും. ശരിയാണല്ലോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കണം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു sec θ ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ചോദ്യം എങ്ങനെ മാറും? കോട്ട് ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ √ ഓഫ് എക്സിന് പകരം sec θ അല്ലെ. എക്സിന് പകരം sec θ. അപ്പൊ sec² θ മൈനസ് 1. ഓക്കെ, സെറ്റ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 ബൈ ഇനി നിങ്ങൾ നോക്കിയേ √sec² θ - 1. √sec² θ - 1 ആരാണ്?
ടാൻ തീറ്റയാണ്. സോ കോസ് ഇൻവേഴ്സ് അല്ല, കോട്ട് ഇൻവേഴ്സ് ആണ് ചോദ്യം കേട്ടോ. കോട്ട് ഇൻവേഴ്സ് ശ്രദ്ധിച്ചോണേ, ടാൻ തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/tan തീറ്റ. 1/tan തീറ്റ ആരാണെന്ന് അറിയാം മക്കളെ? 1/tan തീറ്റ എന്താണ്? കോട്ട് തീറ്റയാണ്, ശരിയല്ലേ? 1/sin തീറ്റ കൊസീക് തീറ്റയാണ്, 1/cos തീറ്റ സീക് തീറ്റയാണ്, 1/tan തീറ്റ കോട്ട് തീറ്റയാണ്. സോ ഇനി നിങ്ങൾ പറ, കോട്ട് ഇൻവേഴ്സും കോട്ടും ഒരുമിച്ച് വന്ന ആൻസർ എന്ത് മാത്രമാവും? തീറ്റ മാത്രമാവും. തീറ്റ ആരാണെന്ന് നിങ്ങൾ പറ? എക്സ് എന്ന് പറയുന്നതാണ് സീക് തീറ്റ. അവിടുന്ന് തീറ്റ എന്താടാ? തീറ്റ എന്ന് പറഞ്ഞാൽ സീക് ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ തീറ്റയാണ് നമ്മുടെ ഉത്തരം. തീറ്റയുടെ വില എന്താണ്? സീക് ഇൻവേഴ്സ് എക്സ് ആണ് തീറ്റയുടെ വില, അല്ലെ? സീക് ഇൻവേഴ്സ് എക്സ്. അപ്പൊ സീക് ഇൻവേഴ്സ് എക്സ് ആണ് നമ്മുടെ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അതായത് കോട്ട് ഇൻവേഴ്സ് 1/√x² - 1ന്റെ ലളിത രൂപം, സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് സീക് ഇൻവേഴ്സ് എക്സ് ആണ്. ഈ രണ്ട് ചോദ്യങ്ങളും നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.